നമസ്കാരം. തെരഞ്ഞെടുപ്പിൻ്റെ പര്യടനം അവസാന ലാപ്പിലേക്ക് നീങ്ങുമ്പോൾ ചങ്ങനാശ്ശേരിയിലും കടുത്ത മത്സരമാണ് നടക്കുന്നത്. ചങ്ങനാശ്ശേരിയിലെ NDA കാൻഡിഡേറ്റ് B. രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുകയാണ്. നമസ്കാരം. അവസാന ലാപ്പിലേക്ക് കടന്നുമ്പോൾ ആത്മവിശ്വാസം എത്രത്തോളം കൂടിയിട്ടുണ്ട്? 100% വിജയിക്കും എന്ന വിശ്വാസമുണ്ട്. കാരണം ഇന്നത്തെ ദിവസം അത്യധികം സന്തോഷമുള്ള ദിവസമാണ്. മോദിജി ചങ്ങനാശ്ശേരിയിൽ ആണ് ഹെലികോപ്റ്റർ ഇറങ്ങിയത് എന്ന് മാത്രമല്ല, അവിടെ അദ്ദേഹത്തെ കാണാനായി കൂടിയ 10,000-കണക്കിന് ആളുകൾ വഴിയോരങ്ങളിലുടനീളം വന്നതിനെ തുടർന്ന് അദ്ദേഹം വാഹനം നിർത്തി അവരെല്ലാം ഇറങ്ങി നടന്ന് അഭിവാദ്യം ചെയ്തു വന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായും അത് ചങ്ങനാശ്ശേരിയോടുള്ള സ്നേഹവാത്സല്യം അദ്ദേഹം പ്രകടിപ്പിച്ചിരിക്കുന്നു. തിരുവല്ലയിൽ പരിപാടി നടക്കുവാണെങ്കിലും ചങ്ങനാശ്ശേരിയിൽ റോഡ് ഷോയും കൂടിയായി. അതെ, ഫലത്തിൽ ചങ്ങനാശ്ശേരിയോട് അത്രയധികം ഒരു അദ്ദേഹത്തിൻ്റെ താല്പര്യം അദ്ദേഹം ഇറങ്ങി നടന്ന് പ്രകടിപ്പിച്ച സ്ഥിതിക്ക് ചങ്ങനാശ്ശേരിയിലെ ജനത അദ്ദേഹത്തോട് അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്നു. 60 വർഷമായി 50 വർഷമായി ഒരു വികസനവും എത്താത്ത കേരള കോൺഗ്രസുകൾ മാറി മാറി MLA-മാരാവുന്ന ഒരു പ്രദേശമാണ് ചങ്ങനാശ്ശേരി. അപ്പോൾ കേരള കോൺഗ്രസിൻ്റെ കേരള രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് വികസന കാഴ്ചപ്പാട് കടന്നു വരാത്ത ഒരു പ്രദേശമായി ചുരുങ്ങിയ ചങ്ങനാശ്ശേരിക്ക് ദേശീയതയുടെ അതുപോലെ അന്തർദേശീയതയുമെല്ലാം അനന്തമായ സാധ്യതകൾ, നരേന്ദ്രമോദിജിയുടെ വലിയ പിൻബലം, അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ഉറപ്പായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. തീർച്ചയായിട്ടും മാറ്റം ആഗ്രഹിക്കുന്ന ചങ്ങനാശ്ശേരിക്കാർക്ക് എനിക്കറിയാം, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ മുതൽ ഇരു സ്ഥാനാർത്ഥികൾക്കും ബദലായി ജനങ്ങൾ എന്നെ സ്വീകരിച്ചിരുന്നു. ആ ഒരു അന്തരീക്ഷത്തെ മോദിജിയുടെ വരവോടെ 100% വിജയത്തിലേക്കുള്ള വഴിയാക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. അവിടെ താങ്കളുടെ പ്രചരണത്തിലൊക്കെ നമ്മൾ റീൽസിലും മറ്റുമൊക്കെ ഇവിടെ കാണുവാണെങ്കിലും യുവാക്കളുടെയും സ്ത്രീകളുടെയും യുവതികളുടെയൊക്കെ വലിയ സാന്നിധ്യം നമ്മൾ കാണുന്നുണ്ട്. ഈ യുവാക്കളെല്ലാം അവിടുത്തെ ഒരു നിലവിലെ സാഹചര്യത്തിൽ വലിയ മടുപ്പുണ്ടല്ലേ? അതാണെന്ന് തോന്നുന്നു അത്രത്തോളം ഒരു സപ്പോർട്ട് കിട്ടുന്നത്. തീർച്ചയായിട്ടും യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ചങ്ങനാശ്ശേരിയിലെ യുവാക്കൾക്കും സമൂഹത്തിനും ഒരു 50 വർഷമായിട്ടുള്ള വികസനമില്ലാത്തതിൻ്റെ പരിമിതി നന്നായിട്ടറിയാം. യുവാക്കൾക്ക് തൊഴിൽ കിട്ടാനോ അവർക്ക് വിദ്യാഭ്യാസം ചെയ്യാനോ ഉള്ള മതിയായ സൗകര്യങ്ങളോ സംവിധാനമോ ഒന്നുമില്ലാത്ത സാഹചര്യവും അവിടെയുണ്ട്. അപ്പോൾ അങ്ങനെയെല്ലാമുള്ള അന്തരീക്ഷത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അവർക്കെന്താണോ ആവശ്യം, ഇപ്പം ഞാൻ ചങ്ങനാശ്ശേരിയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞു, ചങ്ങനാശ്ശേരിയിലെ വീടുകൾ വൃദ്ധസദനങ്ങളാവുന്നു എന്ന അന്തരീക്ഷം അവിടുത്തെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ അധിപനായിട്ടുള്ള തറയിൽ പിതാവ് അടക്കം വ്യക്തമായി പ്രകടിപ്പിച്ച ഒരു കാലഘട്ടമാണിത്. ആ സമയത്ത് അതിനൊരു പരിഹാരമായി അവിടെ IT പാർക്ക് അടക്കം ആധുനിക സംവിധാനങ്ങൾ രൂപപ്പെടുത്താൻ നരേന്ദ്രമോദിയുടെ പിൻബലത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ ഞാനുണ്ടാവും എന്ന പ്രഖ്യാപനത്തോടെയാണ് ഞാൻ അവിടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. നിലവിൽ ഈ ചങ്ങനാശ്ശേരിയിൽ നോക്കുകയാണെങ്കിൽ, തിരുവല്ലയോ ചങ്ങനാശ്ശേരിയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ യുവാക്കൾ മൊത്തം യൂറോപ്പിലേക്ക് പോവുകയാണ്. ഇവരെ പിടിച്ചു നിർത്താൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സർക്കാർ സ്ഥാപനം അവിടെയുണ്ടോ? അങ്ങനെയൊന്നും ഇതുവരെ ഇല്ല. പക്ഷേ അത്തരം സംരംഭങ്ങൾ സമാരംഭിക്കുമെന്ന ഉറപ്പ് ഞാൻ ചങ്ങനാശ്ശേരിയിലെ ജനതയ്ക്ക് കൊടുത്തുകൊണ്ടാണ് എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. അതുപോലെ ടൂറിസത്തിൻ്റെ അനന്തമായ സാധ്യതയുള്ള പ്രദേശമാണ്. കുമരകത്തിനും ആലപ്പുഴയ്ക്കും മൂന്നാറിനും മധ്യേ കിടക്കുന്ന പ്രദേശം. പഴയ കാലത്ത് ചങ്ങനാശ്ശേരിയെ സംബന്ധിച്ച് അവിടെ മലഞ്ചരക്കുകൾ മലയോര മേഖലയിൽ നിന്ന് വന്ന് ആലപ്പുഴയിലേക്ക് പോയതും പലചരക്കുകൾ ആലപ്പുഴയിൽ നിന്നും മലയോര മേഖലയ്ക്കും പത്തനംതിട്ടയ്ക്കുമൊക്കെ പോയതും ചങ്ങനാശ്ശേരിയിലൂടെയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ബിസിനസ്സായ ടൂറിസം അടക്കം സന്ധിക്കുന്ന പ്രദേശമായി അവിടെ AC കനാലിൻ്റെ നവീകരണം, നരേന്ദ്രമോദിയുടെ സാഗർമാല പദ്ധതി, ഗഡ്കരി തയ്യാറാക്കിയ ചരക്ക് ഗതാഗത സംവിധാനം, ഇതെല്ലാം ഒരുമിപ്പിച്ചാൽ നിസ്സാരമായി സാധ്യമാവുന്ന, കാരണം മോദിജിയുടെ പിൻബലമുണ്ടെങ്കിൽ മറ്റൊന്നും വേണ്ട ഇതെല്ലാം സാധ്യമാകാൻ. ആ ഒരു സാഹചര്യമുള്ള സാധ്യതകളാണ് ഞാൻ ചങ്ങനാശ്ശേരിക്കാരുടെ മുന്നിൽ ഈ തെരഞ്ഞെടുപ്പിൽ നിരത്തി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് കഴിഞ്ഞ 40 വർഷത്തെ പൊതുപ്രവർത്തന പാരമ്പര്യം ചങ്ങനാശ്ശേരിയുടെ ജനതയോടൊപ്പം എനിക്കുണ്ട്. അതുകൊണ്ട് അവരൊക്കെ ആ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് എന്നോട് ഇടപെടുന്നതും. ഈ തെരഞ്ഞെടുപ്പിൽ 100% വിജയത്തിൻ്റെ ആത്മവിശ്വാസത്തിലാണ് ഞാനുള്ളത്. എന്തായാലും വിജയാശംസകൾ ഞങ്ങൾ നേരുകയാണ്. എന്തായാലും സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൻ്റെ പര്യടനം വലിയ രീതിയിൽ തന്നെ തുടരുകയാണ്. ക്യാമറമാൻ ആദിത്യ ജയരാജിനോടൊപ്പം അർജുൻ C. വനജ്.